നമസ്തേ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഒരു കഥ കേട്ടാലോ? കൃഷ്ണന് ഓടക്കുഴൽ കിട്ടിയ കഥ. നമ്മുടെ കൃഷ്ണൻ അമ്പാടിയിലായിരുന്ന സമയത്ത് പല വിധത്തിലുള്ള ദുരനുഭവങ്ങൾ നേരിടേണ്ടി വന്നു. കംസൻ അയക്കുന്ന രാക്ഷസന്മാരൊക്കെ കൃഷ്ണനെ അപായപ്പെടുത്താൻ ശ്രമിക്കുമെങ്കിലും കൃഷ്ണൻ അതിൽ നിന്നെല്ലാം അവർക്ക് മുക്തി നേടിക്കൊണ്ടാണ് ആ ഒരു കാലം കഴിഞ്ഞു പോയത്. പക്ഷെ അമ്പാടി നിവാസികൾക്ക് ഇതെല്ലാം കണ്ട് പേടിയായിരുന്നു. അവർ ഇതിനു മുമ്പ് ഇങ്ങനത്തെ അനുഭവങ്ങളൊന്നും അവർക്ക് നേരിടേണ്ടതായി വന്നില്ല. അപ്പോൾ നന്ദഗോപരും അമ്പാടിയിലെ നിവാസികളും എല്ലാവരും ചേർന്ന് വൃന്ദാവനത്തിലേക്ക് മാറാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ വൃന്ദാവനത്തിൽ വരികയാണ്. വൃന്ദാവനത്തിൽ വന്നതിന് ശേഷം വൃന്ദാവനമൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ. അതിന് കൃഷ്ണനും ബലരാമനും ചേർന്ന് രണ്ടുപേരും കൂടി വൃന്ദാവനമാകെ ചുറ്റിക്കാണാൻ തീരുമാനിച്ചു. വൃന്ദാവനത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന സമയത്ത് അവർ കാടിനുള്ളിലേക്ക് പതുക്കെ കയറാൻ തുടങ്ങി. അങ്ങനെ കാടിനുള്ളിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് രണ്ടുപേർക്കും പേടിയുണ്ട്. ഞങ്ങൾക്ക് വഴി തെറ്റിപ്പോകുമോ എന്നുള്ളൊരു ഭയം അവർക്കുണ്ട്. എങ്കിലും അവർ വളരെ അധികം ആസ്വദിച്ചായിരുന്നു ആ യാത്ര നടത്തിയിരുന്നത്. അപ്പോഴാണ് പെട്ടെന്ന് കാതുകൾക്ക് ആനന്ദമാർന്ന രീതിയിൽ ഒരു നാദം കേൾക്കുവാനിടയായി. രണ്ടുപേരും ചേർന്ന് ഇതെവിടെ നിന്നാണ് വരുന്നത് എന്ന് അറിയാനായി തിരയാൻ തുടങ്ങി. കൃഷ്ണനും ബലരാമനും രണ്ടുപേരും ചേർന്ന് അത് തിരഞ്ഞു നടക്കുമ്പോൾ അതാ അവിടെ ഒരു ബാലനിരുന്ന് ഒരു ഓടക്കുഴൽ വായിക്കുന്നത് കണ്ടു. ഇത് കണ്ട് കൗതുകമാർന്ന കൃഷ്ണൻ അടുത്തേക്ക് ചെന്നു. ആ കുട്ടി അത് വായിക്കുന്നത് നിർത്തി. കൃഷ്ണൻ ചോദിച്ചു, "നീ ആരാണ്? നീ എന്താണ് ഈ വായിക്കുന്നത്?" എന്ന് ചോദിച്ചു. "നല്ല മധുരമുള്ള, കേൾക്കാൻ ഇമ്പമുള്ള നാദമാണല്ലോ" എന്ന്. അപ്പോൾ ആ കുട്ടി സ്വയം പരിചയപ്പെടുത്തി. "എൻ്റെ പേര് ജരൻ എന്നാണ്. ഞാൻ ഈ കാട്ടിലാണ് താമസിക്കുന്നത്. നീ ആരാണ്?" എന്ന് ചോദിച്ചു. ഉടൻ "എൻ്റെ പേര് കൃഷ്ണൻ എന്നാണെന്ന്" കൃഷ്ണൻ മറുപടി നൽകി. "നീ ഇപ്പോൾ വായിച്ചത് വളരെ മനോഹരമായിരുന്നു, കാതിന് കുളിർമയേകുന്നത്. എനിക്കും ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കിത്തരുമോ എന്ന് അവനോട് ചോദിച്ചപ്പോൾ അവൻ അതിന് മറുപടിയായി പറഞ്ഞു, ഇത് നീ എടുത്തുകൊള്ളൂ. പകരം ഞാൻ വേറൊന്ന് എനിക്ക് ഉണ്ടാക്കിക്കോളാം." കൃഷ്ണൻ ആ കുട്ടിയെ വളരെയധികം സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചു. അവൻ്റെ ദേഹമാസകലം ഒരു ഊർജം വന്ന് നിറയുന്നത് പോലെ അവൻ അനുഭവപ്പെട്ടു. "ഇനി നമ്മൾ തമ്മിൽ കാണുമോ?" എന്ന് ചോദിച്ചു. "ഒരു വട്ടം കൂടി കാണും, പക്ഷേ അതിന് കാലങ്ങൾ ഏറെ താമസമുണ്ട്" എന്ന് കൃഷ്ണൻ മറുപടി നൽകി. ജരൻ അവിടെ നിന്നും യാത്രയായി. തൻ്റെ കയ്യിലിരുന്ന പുല്ലാങ്കുഴലെടുത്ത് കണ്ണൻ അത് വളരെ മനോഹരമായി വായിച്ചു. ഈ സമയം പക്ഷിമൃഗാദികളൊക്കെ സ്വയം മറന്ന് കണ്ണൻ്റെ അടുത്ത് വന്ന് നിന്നു. കണ്ണൻ്റെ ഈ ഓടക്കുഴൽ നാദം കേട്ട ജനങ്ങൾ സ്വയം മറന്ന് ചെയ്തിരുന്ന ജോലിയിൽ നിന്നും ഒക്കെ മാറി ഇത് കേട്ട് ആനന്ദപൂർവ്വം നിലകൊണ്ടു. ഇതെല്ലാം മനസ്സിലാക്കിയ കണ്ണൻ പെട്ടെന്ന് തന്നെ തൻ്റെ ഓടക്കുഴൽ വായന നിർത്തി. ഈ സമയം ബലരാമൻ കണ്ണൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, "നീ എന്താണ് ആ കുട്ടിയോട് ഒന്നുകൂടി കാണുമെന്ന് പറഞ്ഞത്?" കണ്ണൻ അതിന് മറുപടിയായി ഒന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ. ത്രേതായുഗത്തിൽ താൻ വധിച്ച ബാലിയാണെന്നും ഈ ജന്മത്തിൽ ജരൻ്റെ കൈകൾ കൊണ്ടാണ് താൻ മരണം വരിക്കുന്നതെന്നും ഓർത്തുകൊണ്ട് കൃഷ്ണൻ പുഞ്ചിരി തൂകി നിന്നു. കൃഷ്ണന് ഓടക്കുഴൽ കിട്ടിയ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ.